മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ റഹ്മത്തുള്ള, ജലീൽ എന്തുകൊണ്ടാണ് ഈ തീരുമാനത്തിൽ നിന്ന് മാറിയത്? താങ്കളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, ഒരു പദവിയും വേണ്ട, CPM സഹയാത്രികനായി തുടരും. അതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ചിലപ്പോൾ ഈ സഹയാത്രികത്വം പോലും ഉപേക്ഷിച്ചേക്കുമോ എന്നുള്ള സംശയം പോലും ഉണ്ടായിരുന്നു, അന്ന് ഈ അൻവർ ഇങ്ങനെ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തിയ സമയത്തൊക്കെ. പക്ഷേ ഇപ്പോൾ എന്താണ് ജലീലിൻ്റെ ഈ മനമാറ്റത്തിന് കാരണം? അദ്ദേഹം മത്സരിക്കും എന്നുള്ള കാര്യം ഉറപ്പിക്കുകയല്ലേ തവനൂരിൽ? അതെ, KT ജലീലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മലപ്പുറം ജില്ലയിൽ 3 തവണ ഒരേ സീറ്റിൽ മത്സരിച്ച് ജയിച്ച ആൾ, 4 തവണയും തുടർച്ചയായി മത്സരിച്ച് ഇടതുപക്ഷത്തിന് വേണ്ടി MLA ആയ ആൾ എന്ന പ്രത്യേകത ജലീലിന് മാത്രമുള്ളതാണ്. തവനൂരിനെ ഷുവർ സീറ്റാക്കാൻ ജലീലിന് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. നേരത്തെ പൊന്നാനി പാലോളി മുഹമ്മദ് കുട്ടി മത്സരിച്ചത് മുതൽ 4 തവണയായി ഇടതുപക്ഷം തന്നെയാണ് ജയിക്കുന്നത്. പക്ഷെ 3 പേരാണ് അവിടെ ജയിച്ചത്. പാലോളി ശ്രീരാമകൃഷ്ണൻ, അവസാനം P നന്ദകുമാർ. എന്നാൽ തവനൂർ സീറ്റിൽ 3 തവണയും KT ജലീലാണ് ജയിച്ചത്. അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണ് 6000 മുതൽ 20,000 വോട്ടിന് വരെ മുന്നിട്ട് നിന്നത്. ജലീൽ തവനൂരിലേക്ക് എത്തുമ്പോൾ 5 പഞ്ചായത്തുകളും UDF ആണ് ഭരിച്ചിരുന്നത്. ഒരു പഞ്ചായത്ത് മാത്രമാണ് LDFന്റെ കയ്യിലുണ്ടായിരുന്നത്. മറ്റൊരു പഞ്ചായത്തായ എടപ്പാളിൽ LDF നറുക്കെടുപ്പിൽ LDFന് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനം UDFനുമായിരുന്നു. അങ്ങനെ ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സീറ്റിൽ മത്സരിച്ചുകൊണ്ട് 17,000-ഓളം വോട്ടിനാണ് അന്ന് തവനൂർ ജലീൽ നിലനിർത്തിയത്. അതിനുശേഷവും ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ എടപ്പാൾ പഞ്ചായത്തിൽ നിന്ന് 2,700 വോട്ടിന്റെ ലീഡിനാണ് അദ്ദേഹം വിജയിച്ചത്. അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയക്കാരെ നിർത്തിയാൽ നടക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കാരുണ്യ പ്രവർത്തകനായ ഫിറോസ് കുന്നുംപറമ്പിലിനെ എല്ലാവരും ആനയിച്ചു കൊണ്ടുവന്ന് നിർത്തിയത്. അതും അദ്ദേഹം തകർത്തെറിഞ്ഞിരിക്കുകയാണ്. ജലീൽ ഇപ്പോൾ പറഞ്ഞിരുന്നത് യുവാക്കൾക്ക് വേണ്ടി താൻ മാറിക്കൊടുക്കുകയാണ്. താൻ 4 തവണ MLA ആയി, 12 കൊല്ലം കോളേജ് അധ്യാപകനായി, പൊതുജീവിതത്തിൽ ഇതൊക്കെ വളരെ മാന്യമായി തന്നെ താൻ പിന്മാറുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. CPMന് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കേണ്ട അവസ്ഥയുണ്ടായിട്ടില്ല. അദ്ദേഹത്തിനാവട്ടെ സീറ്റ് കിട്ടിയില്ല എന്ന സങ്കടവുമില്ല. അദ്ദേഹം പന്ത് CPM എന്ന വലിയ പാർട്ടിയുടെ കയ്യിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ തന്ത്രമായിരുന്നു അത്. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ്, എനിക്കിനി ഒരു പദവിയും വേണ്ട, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മടുത്തു, ഞാൻ യാത്രകൾക്ക് പോവുകയാണ്, ഞാൻ പുസ്തകം എഴുതാൻ പോവുകയാണ്, വായനയിലേക്ക് തിരിയുകയാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ തന്ത്രമായിരുന്നു, ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു. ഇപ്പോൾ CPMൽ നിന്ന് കൂടുതൽ പരിഗണന കിട്ടുന്നതിന് വേണ്ടിയുള്ള തന്ത്രം. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. തവനൂർ സീറ്റിൽ ജലീലല്ലാത്ത ആര് മത്സരിച്ചാലും വിജയം സുനിശ്ചിതമല്ല എന്ന് പാർട്ടിയും മറ്റുള്ളവർ രാഷ്ട്രീയ നിരീക്ഷകർക്കും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരിക്കലും അനുകൂല സാഹചര്യങ്ങളിലൂടെയല്ല ജലീൽ തവനൂർ നിലനിർത്തിയിരുന്നത് എന്നാണ്. ജലീലിന്റെ സ്വന്തം വ്യക്തിപ്രഭാവവും വികസന കാര്യത്തിൽ ജലീൽ എടുത്ത നല്ല തീരുമാനങ്ങളുമായിരുന്നു തവനൂരിൽ വീണ്ടും വീണ്ടും വിജയിക്കാൻ അദ്ദേഹത്തിന് തുണയായിരുന്നത്. ഇപ്പോൾ അവസാനം അദ്ദേഹം ഈ 4ാം തവണ മത്സരിക്കുകയാണെങ്കിലും അദ്ദേഹത്തിന് മാത്രമാണ് തവനൂരിൽ ചാൻസ് എന്ന് പാർട്ടി തിരിച്ചറിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചതല്ല റഹ്മത്തുള്ള, അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം എന്തിനു വേണ്ടിയായിരുന്നു അന്ന്? ഞാൻ ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നുള്ള പരസ്യമായ പ്രഖ്യാപനം, അത് രഹസ്യമായിരുന്നില്ലല്ലോ, പരസ്യമായിട്ട് തന്നെ അദ്ദേഹം പറയുകയായിരുന്നു. താൻ സ്വയം മാറുകയാണ്. പാർട്ടി നിർബന്ധിച്ചാൽ മാത്രമേ ഇനി താൻ മത്സരിക്കാൻ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ജലീൽ പറയുന്നത്. അത് തന്നെയാണ് ജലീലിന്റെ ഉദ്ദേശവും. പാർട്ടിയുടെ സമ്മർദ്ദവും നിർബന്ധവും ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മത്സരിക്കാനുള്ളൂ, യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും വേണ്ടി മാറിക്കൊടുക്കുകയാണ് എന്നാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തവനൂർ മണ്ഡലം ഈ രൂപത്തിൽ വിജയിച്ചു കയറാൻ ജലീലിന് മാത്രമേ കഴിയൂ എന്ന് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. CPMും അത്തരം ഒരു വിലയിരുത്തലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അദ്ദേഹം അന്ന് CPMനെ കുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. എനിക്കിനി ആരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള കാര്യം പോലും അദ്ദേഹം അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതായി ഓർക്കുന്നു. അപ്പോൾ പാർട്ടിയിൽ നിന്ന് ആ സമയത്ത് ഒരു പരിഗണന അദ്ദേഹത്തിന് കുറഞ്ഞു പോയി എന്നുള്ള പരിഭവം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പക്ഷേ പാർട്ടിക്ക് തവനൂരിൽ വിജയസാധ്യത വേണമെങ്കിൽ അത് ജലീൽ മത്സരിച്ചാലേ ഉണ്ടാവുകയുള്ളൂ എന്ന് പാർട്ടി കണക്കുകൂട്ടിയിട്ടുണ്ട്. അത് കണ്ടറിഞ്ഞ് ജലീൽ ആ തീരുമാനം പിൻവലിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ജലീലിന്റെ ഒരു ധീരമായ ഒരു പ്രഖ്യാപനമായിരുന്നു അന്നൊന്നും പറയാൻ പറ്റുകയില്ലല്ലോ. അദ്ദേഹം പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ് ഇത്, പാർട്ടി ഇങ്ങനെ ഒരു നിലപാടിലേക്ക് വരുമെന്ന്.
മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് ശേഷം വീണ്ടും തവനൂരിൽ വിജയിച്ചപ്പോൾ പിണറായി വിജയൻ തന്നിലുള്ള പ്രത്യേക താല്പര്യം വെച്ച് തന്നെ മന്ത്രിയാക്കുമെന്നാണ് ജലീൽ കണക്ക് കൂട്ടിയിരുന്നത്. ആ സ്ഥാനത്തേക്കാണ് വി അബ്ദുറഹിമാൻ കടന്നു വരുന്നത്. അതിനുശേഷം അൻവറിനെ നേർക്കുനേരല്ലാതെ പിന്തുണ പ്രഖ്യാപിക്കുന്ന രീതിയിൽ പോലും ജലീൽ സംസാരിച്ചിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും തവനൂർ സീറ്റിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് മത്സരിച്ച് ജയിക്കാൻ കഴിയുമോ എന്ന സംശയം ഇപ്പോഴും പാർട്ടിക്കുണ്ട്. ശക്തമായ സമ്മർദ്ദമുണ്ടായെങ്കിൽ മാത്രമേ അദ്ദേഹം മത്സരിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുക. മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ജലീൽ മാറിയെന്ന് തന്നെ വെക്കുക, ആ മണ്ഡലത്തിൽ തന്നെ ശക്തരായ 4 സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ CPM-ന് കഴിയും. CPM മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ്, മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന VP ജ്യോതിബാസ്, DYFIയുടെ ജില്ലാ സെക്രട്ടറിയും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ A ശിവദാസൻ, അതുപോലെ തന്നെ CPM ജില്ലാ കമ്മിറ്റി അംഗമായ ബഷീർ കൂട്ടായി, നേരത്തെ മഞ്ചേരി മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ലോകസഭയിലേക്ക് മത്സരിച്ച MB ഫൈസൽ, ഇങ്ങനെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു നിര തന്നെ CPM-ന് വേണമെങ്കിൽ മത്സരിപ്പിക്കാവുന്നവരായുണ്ട്. അതിനു പുറമെ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ VP സാനുവും തവനൂർ മണ്ഡലത്തിൽ കണ്ണുവെക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ നിര ഉണ്ടാകുമ്പോൾ പോലും KT ജലീലിനുള്ള സാധ്യത ഇവർക്ക് ആർക്കുമില്ല എന്ന് പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല ജലീലില്ലെങ്കിൽ തവനൂർ സീറ്റ് എഴുതി തള്ളേണ്ടി വരും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് പാർട്ടിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് മുസ്ലിം ലീഗിന് PK ഫിറോസിന് എതിരെ മാത്രമല്ല പാണക്കാട് തങ്ങന്മാർ, ട്രസ്റ്റികളായ നിക്ഷേപ സ്ഥാപനങ്ങൾക്കെതിരെയും അവർ അതിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായി തന്നെയാണ് ജലീൽ രംഗത്ത് വരുന്നത്. അപ്പോൾ താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ജലീൽ തവനൂരിൽ മത്സരിക്കും എന്ന് തന്നെയാണോ? 90% പാർട്ടിയുടെ സമ്മർദ്ദവും നിർബന്ധവും ഉണ്ടെങ്കിൽ വീണ്ടും താൻ പറഞ്ഞതിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ട് പാർട്ടിയുടെ സമ്മർദ്ദം കൊണ്ട് മത്സരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് KT ജലീൽ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ശരി, അത് തന്നെ ആ വാർത്ത തന്നെയാണ് ഞങ്ങൾ നൽകിയിരിക്കുന്നത്. ശ്രീ KP റഹ്മത്തുള്ള, KT ജലീൽ വിരമിക്കൽ പ്രഖ്യാപനം പിൻവലിച്ചുകൊണ്ട് തവനൂരിൽ വീണ്ടും മത്സരിക്കാൻ സന്നദ്ധനാകും. അനുമോദി